പുള്ളിക്ക് എന്താ കൂടോത്ര വശമുണ്ട് കേട്ടോ. നിനക്ക് കൂടോത്ര വശമുണ്ട് അല്ലടാ പട്ടി ഉണ്ടെങ്കിൽ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് ഞാൻ പടക്കളം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടു. സോ ഞാൻ OTT വന്നപ്പോഴാണ് സിനിമ കണ്ടത്. എനിക്ക് ഈ സിനിമയെ കുറിച്ച് തോന്നിയ കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയ്ക്കകത്തിക്കൂടെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ പടക്കളം എന്ന് പറഞ്ഞ സിനിമ എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് തന്നത്. ഇനി എൻ്റെ കുഴപ്പമാണോ അതോ ഞാൻ ഇനി തിയേറ്ററിൽ പോയി കാണാത്തത് കൊണ്ടാണോ എനിക്ക് ഈ ആവറേജ് എക്സ്പീരിയൻസ് കിട്ടിയതെന്ന് എനിക്കറിയത്തില്ല. മിക്കുള്ളവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഈ പടം അവർക്കൊക്കെ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ എനിക്ക് മാത്രം ഇതൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് തന്നത്. കുഴപ്പമില്ലാതെ നമുക്ക് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു നല്ല പടം തന്നെയാണ് ഈ പടക്കളം. രാജും അതുപോലെ തന്നെ ഷറാഫുദ്ദീനും ഒഴിച്ചാൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും പുതിയ ആക്ടേഴ്സാണ്. സ്റ്റോറി നോക്കുന്ന സമയത്ത് ഇത് അത്യാവശ്യം നല്ല വെറൈറ്റി രീതിയിലുള്ള ഒരു സ്റ്റോറിയായിട്ടാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. സ്റ്റോറിയൊക്കെ എനിക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ ഇഷ്ടപ്പെട്ടു, കാരണം അതൊരു വെറൈറ്റി രീതിയിലുള്ള ഒരു സ്റ്റോറിയാണ്. ഇതുപോലത്തെ ഒരു മലയാളം പടം വേറെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതുപോലത്തെ മലയാള സിനിമയൊക്കെ ഇനി ഇറങ്ങണം. പാറ്റേണിൽ തന്നെ പോകുന്ന സിനിമ ഇറക്കാതെ വെറൈറ്റി രീതിയിലുള്ള സിനിമാസ് ഇറക്കണം. അതുപോലത്തെ ഒരു സിനിമ തന്നെയാണ് ഇത്. പക്ഷേ ഈ സിനിമയുടെ സ്റ്റോറിയൊക്കെ കൊള്ളാമെങ്കിലും ഇതിന്റെ മേക്കിങ്ങിലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തോ ഒരു പ്രശ്നം ഈ സിനിമയ്ക്കകത്തിലുണ്ട്. എന്തോ ഒരു വലിച്ചു നീട്ടുന്നത് പോലോ നമ്മളിങ്ങനെ ലാഗ് അടുപ്പിക്കുന്ന പോലെയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. പക്ഷെ എന്നാലും കണ്ടിരിക്കാൻ വേണ്ടി സാധിക്കും. ഈ സിനിമയുടെ കുറ്റം പറയുകയല്ല, ഇതിന് എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് വന്നത്. എന്നാലും ഇതിനകത്ത് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് വേറെ രീതിയിൽ. ഇതിനകത്തിൽ ഈ സിനിമയ്ക്ക് അത് ഒരുപാട് ആനിമി റെഫറൻസസ് ഉണ്ട്, കുറേ സൂപ്പർ ഹീറോ റെഫറൻസസ് ഒക്കെ ഉണ്ട്. സോ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. മെയിനായിട്ട് ഇവർ ജോക്കറിൻ്റെ ഒക്കെ സംഭവമായിട്ടൊരു സംഭവമൊക്കെ വരുന്നുണ്ട്. ട്രെയിലർ കണ്ടവർക്ക് അറിയായിരിക്കും. സോ അതൊക്കെ നല്ല കിട്ടിലിനായിട്ടുണ്ട്. എനിക്കതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ സംഭവം അഭിനയിച്ചവരൊക്കെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ വൃത്തിക്ക് തന്നെ അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഫൈറ്റ് സീൻസ് ഒക്കെ അത്യാവശ്യം കിട്ടിലാണ്. എനിക്ക് ഫൈറ്റ് സീൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. ഈ സിനിമയ്ക്കകത്ത് കുറേ ബോഡി സ്വാപ്പിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ കിട്ടിലിനായിട്ടാണ് അവന്മാർ ചെയ്ത് വെച്ചേക്കുന്നത്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അത്യാവശ്യം നല്ല കോമഡി സീൻസ് ഒക്കെ ഈ സിനിമയ്ക്ക് എത്തി കൊണ്ടുവന്നിട്ടുണ്ട്. സോ എല്ലാം കൂടെ വെച്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ആവറേജ് എക്സ്പീരിയൻസ് തരാൻ വേണ്ടി സാധിക്കുന്ന ഒരു കിടിലം പടമാണ് പടക്കളം. ഇതുവരെ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക.